ഹായ് ഫ്രണ്ട്സ്, ആകാശാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് അത്ര സന്തോഷമുള്ളൊരു എപ്പിസോഡല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മോൾക്ക് 2 ദിവസമായിട്ട് ഭയങ്കര സുഖമില്ലായിരുന്നു അവൾക്ക്. കാരണം ഞാൻ പറഞ്ഞില്ല, മോൾക്ക് ഫിക്സ് സുഖമില്ലാതായതിനു ശേഷം 5 വർഷമായിട്ട് ഫിക്സ് വരുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇതെന്താണെന്നറിയില്ല, ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് അവൾ അടുപ്പിച്ച് 2 ദിവസം കണ്ടിന്യൂ രാത്രിയിൽ ഫിക്സ് വന്നു. അതെന്താണെന്ന് വെച്ചാൽ എപ്പോഴും അവൾക്ക് രാവിലെ ഒരു 5:30 ഉറങ്ങി എഴുന്നേൽക്കുന്ന ടൈമിലാണ് കേട്ടോ അവൾക്ക് ഫിക്സ് വരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം അത് മാസത്തിൽ ഒരിക്കൽ രണ്ട് തൊട്ട് അങ്ങനെ വരാറുള്ളൂ. പക്ഷെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ 2 ദിവസം അടുപ്പിച്ച് ഫിക്സ് വന്നു കേട്ടോ. അതെന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടമായിപ്പോയി ആ ഒരു നിമിഷം. അവളെ എന്താ പറയുക, അവൾക്ക് ഉറങ്ങിയിരുന്നിട്ട് വേണം. പക്ഷെ ഇപ്രാവശ്യം വന്ന് ഉറങ്ങുന്നതിന് മുമ്പിട്ട് അവൾക്ക് ഫിക്സ് വന്നു. എനിക്കത് ഭയങ്കര വിഷമമായിപ്പോയി. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആ ഒരു സമയം ഭയങ്കര സ്തംഭിച്ചു. അതും വേറെ രീതിയിലാട്ടോ വന്നത്. ഇത് ഏത് രീതിയിലാണ് വരുന്നതെന്ന് കൂടെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. അപ്പം മോള് ഉറക്കത്തിൽ, കാരണം സപ്പോസ് ഞാനങ്ങനെ ഉറങ്ങിപ്പോയി കഴിഞ്ഞാലും മോളുടെ ഫിക്സ് വന്ന് കിടക്കുന്നത് എനിക്ക് അറിയാൻ പോലും പറ്റില്ല. ഉറക്കത്തിൽ ഫിക്സ് വരികയെന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടമാണ് കേട്ടോ. അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മൾ ഉറക്കത്തിൽ വീണ് കഴിഞ്ഞാൽ നമുക്ക് ഫിക്സ് നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്കൊരു വിഷമമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉറങ്ങുന്നതിന് മുമ്പിട്ട് തന്നെ ഫിക്സ് വന്ന് നോക്കാം. അതുമല്ല ഡ്യൂറേഷൻ ഇത്തിരി കൂടുതലായിരുന്നു കേട്ടോ. കുറേ സമയം എടുത്ത് ആ ഒരു നിമിഷം അവൾക്ക് സ്പ്രേ അടിച്ച് അവൾ നോർമലായില്ല. 2-3 വട്ടം പഫ് അടിക്കേണ്ട വന്നു കേട്ടോ അവൾ നോർമലായി ഒന്ന് ചിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു 2-3 നിമിഷം നമ്മളെന്തോ മരവിച്ച അവസ്ഥയിലായിപ്പോയി. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. കാരണം സഹിക്കാൻ പറ്റില്ല. ഇപ്രാവശ്യം വന്നത് ഇത്തിരി കണ്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം 2 ദിവസം അവൾക്ക് ഫിക്സ് വന്നത്. അതുകൊണ്ട് അല്ലാത്ത പിന്നെ 2 ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അടുത്തോട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാണാൻ പറ്റിയില്ല. കാരണം ലേറ്റ് ആയിരുന്നു. കാരണം ഫിക്സ് വന്നു കഴിഞ്ഞിട്ട് ഇവള് ഉറങ്ങണമല്ലോ. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് ഇവൾക്ക് വോമിറ്റിങ് വന്നു. അപ്പോൾ ഇവള് ഉറങ്ങണം. അപ്പോൾ ഉറങ്ങാൻ ലേറ്റായി. അപ്പോൾ രാവിലെ ലേറ്റായിട്ട് എഴുന്നേക്കുമ്പോൾ ഡോക്ടർ അവൈലബിൾ അല്ലായിരുന്നു ഉച്ച കഴിയുന്ന ആ ടൈമിൽ. അപ്പോൾ 2ാമത്തെ ദിവസം ഞങ്ങൾ പിന്നെ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടറെ കണ്ടു, സംസാരിച്ചു, ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ തിരിച്ചു പോരുന്നു. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ചൂട് തുടങ്ങില്ല. പെട്ടെന്ന് നമ്മൾ തണുപ്പ് മാറി ചൂടങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് അത് അവർക്ക് ഏറ്റവും പെട്ടെന്ന് അവർക്ക് എഫക്റ്റായി. തല എപ്പോഴും ചൂടാട്ടോ. തല ഭയങ്കര ചൂടായിരുന്നു. അങ്ങനെ എന്തായിട്ടെന്ന് ഞങ്ങൾ ബാർബർ ഷോപ്പിൽ പോയി മുടി ഫുള്ള് പറ്റ വെട്ടിയിട്ടോ. കാരണം തലയിൽ ചൂട് ഇത്തിരി കുറയാൻ വേണ്ടിയിട്ട്. അവൾക്ക് നല്ല മുടിക്ക് ഉള്ളുണ്ട് കേട്ടോ. അപ്പം ആദ്യമുള്ള ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് പറയായിരുന്നു, മുടി കൂടിയ പിള്ളേർക്കായിരിക്കും ഇങ്ങനെ നല്ല കട്ടിക്കുള്ള മുടി വരുന്നത്. അവൾക്ക് നല്ല മുടിയുണ്ട് കേട്ടോ. അപ്പം ഇന്ന് പോയിട്ട് മുടി ഫുള്ള് കംപ്ലീറ്റ് വെട്ടിയിട്ടോ. കട്ടിക്ക് മുടി ഫുള്ള് വെട്ടിക്കളഞ്ഞു. അപ്പം എന്നിട്ടും തലയിൽ ചൂടാട്ടോ. എന്നിട്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് AC കൊണ്ടിരുത്തും തല ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ ഇരിക്കുന്നു മോള്. അതുകൊണ്ട് 2 ദിവസമായിട്ട് നമുക്കിപ്പോൾ കണ്ണടയ്ക്കാനേ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഉറങ്ങുമ്പോൾ ടെൻഷനാവുക. ഒരു വട്ടം ഞാൻ എഴുന്നേൽക്കുവാണെങ്കിൽ ഒരു സാക്ഷിയുടെ അച്ഛൻ എഴുന്നേൽക്കാം. എന്ന് വെച്ചാൽ നമ്മൾ ഉറക്കത്തിൽ വേണമെങ്കിൽ ഇവിടെ അറിയുന്നില്ല. ഇവർക്ക് വിളിക്കാനോ സംസാരിക്കാനോ നമ്മളെ ഞോണ്ടാനൊന്നും പറ്റുന്നില്ലല്ലോ. അപ്പം നമ്മളിങ്ങനെ ഉറക്കത്തിൽ എഴുന്നേറ്റ് മോളെ നോക്കും. അപ്പോൾ അവൾ ഉറങ്ങുമായിരിക്കും. അങ്ങനെയായിരുന്നു. അപ്പോൾ ടെൻഷനും സ്ട്രെസ് എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മുടെ മാനസികാവസ്ഥ ഒരു വല്ലാത്ത രീതിയിലായിരുന്നു കേട്ടോ. അങ്ങനെ എന്നിട്ട് അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. ഭയങ്കര കഷ്ടമായി. അപ്പോൾ പുള്ളിക്കാരി ഇപ്പോൾ മുടിയൊക്കെ ഫുള്ള് പറ്റിയിട്ട് അവൾ വീഡിയോയിലില്ല കേട്ടോ. കാരണം അവളെ പറ്റി ഡീറ്റെയിൽ പറഞ്ഞാൽ നമുക്കത് പറയുന്നില്ല, മനസ്സിലാവില്ല. അപ്പം ഞാൻ അവളെ മുമ്പിൽ ഇരുത്തിയിട്ട് അവിടെ കാര്യങ്ങൾ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് കേട്ടോ ഇന്ന് വീഡിയോയിൽ കുഞ്ഞില്ലാത്ത. നെക്സ്റ്റ് ഡേ അവളെ കൊണ്ടുവരുന്ന അടിക്കും കേട്ടോ. മുടി കംപ്ലീറ്റ് വെട്ടിയിട്ടോ. നല്ല മുടിയായിരുന്നു, ഫുള്ള് വെട്ടി. കുഴപ്പമില്ല, പൂഷാറായിട്ടിരിക്കുന്നു. പിന്നെ വേറെ സെർച്ച് ചെയ്യുന്നുണ്ട് വേറെ ഡോക്ടേഴ്സ്. 2-3 ഞങ്ങളാണെങ്കിൽ ഒരു ഡോക്ടറെ മാത്രമല്ല കേട്ടോ, 2-3 ഡോക്ടേഴ്സിനെ ഞങ്ങൾ കൺസൾട്ട് ചെയ്യുന്നു കേട്ടോ. മോടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞാണ്. എപ്പോഴും ഞങ്ങൾക്ക് തോന്നാറുണ്ട് ബാക്കിയുള്ളവരിൽ നിന്ന് ഇപ്പോൾ എന്തോ പ്രത്യേകതയുണ്ട് ആശുമോടെ. ഇവക്കടെ സ്വഭാവത്തിനും ട്രീറ്റ്മെൻറ്റ് ഫിക്സിൻ്റെ ഒരു ഡ്യൂറേഷനും അവക്കടെ ഇതൊക്കെ അങ്ങനെ കേട്ടോ. അതുകൊണ്ട് നമ്മൾ 2-3 ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടേ ഒരുമിച്ചൊരു തീരുമാനം എടുക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന മോള്. അതിൻ്റെ കുറച്ച് ടെൻഷനായിട്ടോ വീഡിയോ ഒന്നും ഇടാൻ പറ്റാന്നേ. അപ്പോൾ ഇപ്പോൾ ഓരോ ദിവസം പ്രാർത്ഥിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകണം. അപ്പം നാളെ ചർച്ചിൽ പോകണമെന്ന് വിചാരിക്കുന്ന മോളെ കൊണ്ട്. അവിടെ ഇപ്പോൾ ഇത്തിരി മുടിയൊക്കെ വെട്ടി ഇത്തിരി ഉഷാറായിട്ടുണ്ട്. കാരണം നമ്മൾ മുടിയും വെച്ച് ചൂടും പിടിച്ചിട്ട് ഇപ്പോൾ ചൂടായല്ലോ. കുറേ നേരം പുറത്ത് കറങ്ങുവാണെങ്കിൽ അവൾക്ക് പിന്നെയും ചൂട്. അതുകൊണ്ട് പേടിയാണ്. പക്ഷെ അവൾക്ക് പുറത്ത് പോകാൻ ഇഷ്ടമാണ്.
അതുകൊണ്ട് ഇപ്പോൾ നല്ലതായിട്ട് ഫ്രീ ആയിട്ട് മോളവിടെ ഇരിപ്പോൾ ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. അതാട്ടോ വീഡിയോയിൽ 2 ദിവസമായിട്ട് ഇടാനൊന്നും ഇല്ലാഞ്ഞ്. അപ്പം മിയാമോളും ഉണ്ട് കേട്ടോ, അവളോട് കളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അങ്ങനെ 2 ദിവസം കുറച്ച് കഴിഞ്ഞാൽ ശരിക്കും ഞാൻ ചിന്തിക്കുമായിരുന്നു കേട്ടോ, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാരുടെയൊക്കെ ഒരവസ്ഥ അല്ലേ. ഇപ്പം എനിക്കെന്നല്ല, വേറെ ഏത് കുഞ്ഞുങ്ങളാണെങ്കിലും ഈ ഫിക്സ് വരുന്ന ആ ഒരു ടൈം പിടിച്ചു നിൽക്കാൻ ഭയങ്കര കഷ്ടമാട്ടോ, നല്ല ബുദ്ധിമുട്ടാണ്. നമ്മൾ ആ കുഞ്ഞിൻ്റെ ആ അവസ്ഥ കണ്ടിട്ട് നമ്മൾ ആ നിൽക്കുക എന്ന് പറയുന്നത് ഏറ്റവും ദയനീയമായ ഒരവസ്ഥയാട്ടോ. ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് വെച്ചാൽ എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരുടെ അടുത്തും ഞാൻ പറയും, ഇങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. കാരണം ഈ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു അസുഖത്തിന് മാത്രം കറക്റ്റായിട്ട് സത്യമല്ലേ ഒരു ട്രീറ്റ്മെൻറ്റോ അതിനൊരു മരുന്നോ ഒന്നും കണ്ടുപിടിച്ചില്ല. ഈ ബ്രെയിൻ പ്രോബ്ലം ഉള്ള പിള്ളേരുടെ ചികിത്സയ്ക്ക് അതിൻ്റെ മരുന്നല്ല ഇരിക്കുന്നത്, ദൈവത്തിൻ്റെ തന്നെ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത്, കർത്താവേ ഈ ബ്രെയിൻ പ്രോബ്ലം ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഉള്ള മരുന്ന് അങ്ങയുടെ കയ്യിലാണല്ലോ, ആ മരുന്നൊന്നും ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കണമെന്നൊന്ന് ചിന്തിച്ച് നോക്കി. ഏത് ബ്രെയിൻ പ്രോബ്ലം ഉള്ള പിള്ളേർക്കാട്ടോ അതിനൊരു മരുന്ന് കണ്ടിന്യൂ ഉണ്ടായി ഇല്ലല്ലോ, ഇല്ല. ദൈവത്തിൻ്റെ മാത്രമേ ഉള്ളൂ, കർത്താവിനെ കൊണ്ട് മാത്രമേ അത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുള്ളൂ. അവിടെ എല്ലാവരും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥിക്കണം, പ്രത്യേകിച്ച് അതിനെ നോക്കുന്ന അമ്മമാർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക. അവർക്ക് അതൊക്കെ കണ്ട് സഹിച്ച് നിൽക്കാനുള്ള ത്രാണി കൊടുക്കണേന്ന്. കാരണം മെയിനായിട്ട് ഈ പിള്ളേർക്ക് പറയാനായിട്ട്, കുറച്ച് പിള്ളേർക്ക് എന്താണെന്ന് പറയാൻ പറ്റും. ഇപ്പം നമ്മുടെ ആവശ്യമുള്ള പോലെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ അവൾക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് എന്താണെന്നോ അതിന് മുമ്പ് എന്താണെന്നോ മോക്ക് അന്നേരം എന്താ തോന്നുന്നതെന്ന് എപ്പോഴാ എന്താ മോക്ക് ഒന്നും കുഞ്ഞിന് പറയാനറിയില്ല. ആകെപ്പാടെ പ്രത്യേകിച്ച് ആവശ്യമൊക്കെ ചിരിക്കാനറിയാം, കരയാനറിയാം. അതുകൊണ്ട് അവളെ കരയിപ്പിക്കാതെ മാക്സിമം ചിരിച്ചുകൊണ്ടിരിക്കാനായിട്ടാ ഞങ്ങൾ ശ്രമിക്കുക. അതാണ് എൻ്റെ വീഡിയോയിൽ കൂടുതലും ഞാൻ എൻ്റെ കുട്ടികളോടൊക്കെ ചിരിച്ചുകൊണ്ടിരുന്നതാണ്. ഞാൻ ചിരിക്കുമ്പം അവൾ ചിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും മോളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കാനേ നോക്കുള്ളൂ. അവൾക്ക് അതേ അറിയുള്ളൂ, അവൾ ചിരിക്കട്ടെ, അങ്ങനെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുക. അതാട്ടോ വീഡിയോ ഒക്കെ ഇടാൻ ലേറ്റായ. ഇപ്പോൾ കുഴപ്പമില്ല, നന്നായിട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങളെല്ലാം എന്തോ എന്ന് പറഞ്ഞു പോകുന്നു. നിങ്ങളെല്ലാവരും മോളെ പ്രാർത്ഥനയിൽ ഓർക്കണം കേട്ടോ. ആകാശം എന്നാ പേര്. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചു മോക്ക് എന്തോ പറ്റിയത്. അന്ന് മോക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലതായിട്ടിരിക്കുന്നു. മരുന്നും മെഡിസിനൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ ഓർക്കണം കേട്ടോ. ആകാശം എന്ന പേര് പറഞ്ഞ് തന്നെ പ്രാർത്ഥിക്കണം കേട്ടോ. കാരണം അവളുടെ ചിരിയാണ് കേട്ടോ ഓരോ ദിവസവും ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. എന്നും എൻ്റെ പൊന്നുമോൾക്ക് ആയുസ്സും ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. അത് മാത്രമേ ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കണം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കുഞ്ഞിൻ്റെ വിവരം തിരക്കി എല്ലാവർക്കും നന്ദി കേട്ടോ. ഓക്കെ, ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഡേ മോളായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ബൈ.